ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഇതിടുന്നത്, ഒരു വീഡിയോ ഇടുന്നത്. 2-3 ദിവസം മുമ്പ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അപകട വാർത്ത അറിഞ്ഞ് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാൽ അത് എനിക്ക് ആ ഒരു സങ്കടം എങ്ങനെയൊന്ന് എക്സ്പ്രസ് ചെയ്യണം, പക്ഷെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, ആരോട് പറയും എന്നറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് എഴുതി കുറിച്ചിട്ടു. പക്ഷെ പേരൊന്നും വ്യക്തമാക്കിയില്ല, കാരണം ആൾക്ക് എന്നോട് സൗഹൃദമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക്, അതായത് ഭയങ്കര വിശ്വാസികളായ ആളുകൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് വരും. അപ്പോൾ അവർ ചിലപ്പോൾ പിന്നീട് അതിൻ്റെ പേരിൽ ഇയാൾ എപ്പോഴെങ്കിലും ഇട്ട് മോശം പറയാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പേരും കാര്യങ്ങളും വെച്ചില്ല. ആ കാര്യം ഞാൻ പോസ്റ്റിൽ മെൻഷൻ ചെയ്തു. പക്ഷെ ഇത് ഭയങ്കര സങ്കടമുള്ളൊരവസ്ഥയിൽ ഞാനൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടും നാട്ടിലുള്ള ഒരാൾ ഒരു പ്രത്യേക ഒരു കമൻ്റ് ഇട്ട്, അയാൾ സ്ഥിരമായിട്ട് അടിക്കുന്ന കൊണ മാത്രമാണത്. എന്നാൽ ഈ കാലം വരെയും മൂപ്പര് അടിച്ച കൊണകളൊന്നും ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇതിന് മൂപ്പര് വന്ന് കൊണ അടിച്ചപ്പോൾ സത്യത്തിൽ എനിക്കത് നല്ലപോലെ കൊണ്ടു. അത് കൊള്ളാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ സങ്കടത്തിലിട്ടൊരു പോസ്റ്റാണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് എന്നെ വളരെ പേഴ്സണലായി അറിയുന്ന ഇയാൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ഇയാളിത് ആവർത്തിക്കുന്നു. അത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പരിചയമാണ്. ഈ ഭയങ്കര പരിചയമുള്ള ആളാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. അപ്പോൾ അത് തുടർന്നും ഇതിലും കൂടുതൽ ഡെപ്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും സംഗതികൾ ഷെയർ ചെയ്യുന്ന സമയത്തും ഒരു കണ്ണുചോരിയില്ലാതെ ഇതേ പരിപാടി ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ മുമ്പേ മൂപ്പരെ ബ്ലോക്ക് ചെയ്ത് വിടേണ്ടതായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. പിന്നെ മാത്രമല്ല, എനിക്ക് ഈ തെറി മറുപടി പറയൽ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഞാൻ. അതേപോലെ ഈ ഊക്കി വിടുമല്ലോ, ഇങ്ങോട്ടുള്ള ഊക്കിനെ അങ്ങോട്ട് ഊക്ക്, ഇങ്ങോട്ടുള്ള പരിഹാസത്തിന് ഉള്ള കുപ്പേര് പോലെ കൃത്യം അങ്ങോട്ട് പരിഹാസം, ഇങ്ങനത്തെ ഈ റൂട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ഇല്ല. ആ സംഭവങ്ങൾ ചെയ്ത് വലിയ പരിചയം പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതിലൊന്നോ രണ്ടോ തിരിച്ചു പറയുള്ളൂ. പക്ഷെ ആ തിരിച്ചു പറയുന്നതിൽ ചിലപ്പോൾ കുറച്ച് അതിര് കടന്നു പോയി എന്ന് എനിക്ക് തന്നെ തോന്നുന്ന ചില ഘടകങ്ങൾ വരികയും ചെയ്യും. ഇപ്പോൾ ഇയാൾ തന്നെ നമ്മുടെ സനൂജ് ഡോക്ടറോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ചങ്ങാതി എൻ്റെ ഒരു പോസ്റ്റല്ല, ഒരുപാട് പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് തെറി കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ എന്തൊരു തെറി കമൻറ്റ് ഇട്ട സമയത്ത് സനൂജ് ഡോക്ടർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിനിടയിൽ ഇയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വാപ്പയെ അയാൾക്ക് അറിയാം, അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ അയാൾ മറുപടി കൊടുത്തു. പിന്നെ വേറെ ചില കമൻറ്റുകൾ മൂപ്പര് പറഞ്ഞു. മൂപ്പര് മാനസിക രോഗിയാണ്. അപ്പോൾ ആ മാനസിക രോഗത്തിൻ്റെ പ്രിവിലേജ് വേറെ ചില കമൻറ്റുകൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് മൂപ്പര് കമൻറ്റ് ഇട്ട സമയത്ത് എനിക്ക് നല്ലപോലെ ദേഷ്യം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്ന സാധനങ്ങൾ ഏതാണെങ്കിലും പാരൻസിനെ നിങ്ങൾ കാണിച്ചാൽ അതിലെനിക്കൊരു പ്രശ്നം വരാനില്ല, എൻ്റെ പാരൻസിനെ കാണിച്ചാൽ. കാരണം ഞാൻ ഷെയർ ചെയ്തൊരു പോസ്റ്റിലും മാന്യതക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കും തോന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം പറയണം, മാന്യതക്ക് നിരക്കാത്ത ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ള വേറൊരു കാര്യം ഞാൻ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഈ കമൻറ്റിൽ തുടർച്ചയായി ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിൻ്റെ മകളെ, അങ്ങനെ ഞാൻ ഇങ്ങോട്ട് മാന്യത എല്ലാത്തിനോട് അങ്ങോട്ടും വലിയ മാന്യതൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിട്ടത് എൻ്റെ വീട്ടുകാരെ കാണിച്ചാൽ വലിയ പ്രശ്നമുണ്ടോ, പക്ഷെ നീ ഇട്ടത് നിൻ്റെ മകളെ ഞാൻ കാണിച്ചാൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ചോദിച്ചു. ആളെ കുട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇത് ഒരു കുടുംബത്തിലേക്ക്, ആളെൻ്റെ വാപ്പാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുമ്പോൾ പോലും എനിക്കതൊരു വിഷമമുണ്ട് ആ സമയത്ത്. എന്നാലും ആളങ്ങനെയും നിർത്തിപ്പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അയാളത് വീണ്ടും അടുത്ത തലത്തിലേക്ക് എടുക്കുകയാണ്. അയാൾ പറയണത്, എൻ്റെ വല്യപ്പന്മാർക്ക് അടി കിട്ടിയത് നീ മറക്കണ്ട, അതിൻ്റെ വല്യപ്പാരോ ആരോ മുപ്പര വാപ്പയോ വാപ്പാൻ്റെ വാപ്പയോ ആരോ അടിച്ചു തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾക്കത് ഒരു ചരിത്രമോ യാതൊരു പരിചയമല്ല. പിന്നെ ഒരു മാനസിക രോഗിയുടെ ജൽപ്പനം മാത്രമാണോ എന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും
ഇത് വേറെ തലത്തിലേക്ക് പോവാണ് എനിക്ക് മനസ്സിലായി. അതായത് സോഷ്യൽ മീഡിയയിൽ അയാൾ വന്ന് അയാളുടെ മാനസിക രോഗത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ സാധനങ്ങൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വളമ്പി അങ്ങനെ വെച്ച് ദിവസങ്ങൾ വെച്ച് ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്തപ്പോഴേക്കും അത് പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും അത് ഒരു പക്ഷേ കുടുംബപരമായ പ്രശ്നങ്ങളിലേക്കും അയൽവാസ തർക്കങ്ങളിലേക്കൊക്കെ പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഏറ്റവും നല്ല എന്താണ്, പിന്നെ മെല്ലെ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതേപോലെ അപ്പോൾ ഞാൻ ആ പോസ്റ്റിൻ്റെ കമൻറ്റ്, ഞാൻ അവിടെ പറഞ്ഞ പോസ്റ്റിൻ്റെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത്. കാരണം വ്യക്തി ആരാണെന്ന് മനസ്സിലാവാതിരിക്കാൻ. ഇതിപ്പോൾ വ്യക്തി ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണല്ലോ വ്യക്തിക്കെതിരുള്ള അതിക്രമമാവുക ഞാൻ പറയുന്ന ഏതൊരു പ്രതികരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായ പരാമർശങ്ങളെ ഞാൻ ഒഴിവാക്കി. പക്ഷേ എങ്കിലും എനിക്ക് തോന്നി ഇത് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പല കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം പഠിച്ചത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ മാനസിക രോഗിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് തന്നെ മാനസിക രോഗിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനി കാവിട്ട മാനസിക രോഗി ആയിക്കോട്ടെ, ഇനി അതല്ല പച്ച ഉള്ളി പുതച്ച മാനസിക രോഗി ആയിക്കോട്ടെ, വെള്ളപ്പായിട്ട മാനസിക രോഗി ആയിക്കോട്ടെ, മാനസിക രോഗിയാണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഒഴിവാക്കി വിടുകയാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ തെളിവ് ചോദിക്കുമ്പോൾ തെറി വിളിക്കുന്നവരാണെങ്കിലും ഒഴിവാക്കി വിടുന്നത് നല്ലതായി മനസ്സിലാക്കുന്നത്. കാരണം ഒന്നാമത് എനിക്ക് അതേ ലാംഗ്വേജിൽ കൃത്യമായി ഉരുളക്കുപ്പേരായിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അത് ഞാൻ ചെയ്യുന്നൊരു പരിപാടി കുറേ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒന്നൊക്കെ തിരിച്ച് പറയുള്ളൂ. പക്ഷെ ആ പറയണ ഭയങ്കര മോശമായിട്ട് സ്വാധീനിക്കും. ഇപ്പം ഇത്രയും തെറി വിളിച്ച് എൻ്റെ വാപ്പാന്ന് അറിയണോണ്ട് ഇന്ന തെറി വിളിക്കാമെന്ന രീതിയിൽ വരെ പറഞ്ഞു വെച്ചൊരുത്തൻ, അവൻ മാനസിക രോഗി ആയതുകൊണ്ട് അവൻ എന്നും പറയുന്നവരെ പറഞ്ഞു വെച്ചൊരുത്തൻ ഞാൻ നടത്തിയ ഒരൊറ്റ പരാമർശത്തുമേ അടുത്തത് അടിക്കാൻ പോണത് വയലൻസാണ്. അതുവരെ അവൻ ചെയ്തതൊന്നുമില്ല. അപ്പോൾ ഒരു ആശയപരമായ ചർച്ചയ്ക്ക് തുടക്കമിടുന്ന സ്ഥലങ്ങളിൽ ഇനി ഇത് ആ ചർച്ച പോലെയല്ല, ഇത് നമ്മുടെ ഒരു ഉള്ളിലെ സങ്കടം പങ്കുവെച്ച പോസ്റ്റും കൂടിയാണ്. അതിൻ്റെ ഇടയിലൊക്കെ വന്ന് ഓരോന്ന് മെഴുകി വെച്ച് പിന്നീട് അതിന് വല്ല കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലായ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ അതങ്ങോട്ട് ഇല്ലാതാക്കാനുള്ള ഏറ്റവും ബെറ്റർ. ശരിക്കും എനിക്ക് ഇയാൾ മാനസിക രോഗിയാണെന്ന് അറിയായിരുന്നു. അപ്പോൾ ഏറ്റവും ബെറ്റർ എനിക്ക് എന്തായിരുന്നു, ആദ്യമേ മൂപ്പർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബെറ്റർ. പക്ഷെ ഞാൻ പാവല്ലേ, മൂപ്പർ എന്താ വെച്ചാൽ പറഞ്ഞു പോയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ അവസരം നോക്കാതെ എവിടെയും മൂപ്പർ കയറി വന്ന് കൊളത്തും എന്നും ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അത് കൊള്ളിക്കും എന്നും മനസ്സിലായപ്പോൾ ബ്ലോക്ക് ചെയ്ത് വിടലാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി എന്നെ കേൾക്കുന്നവർ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്. വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ എന്ത് പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ല, ഒരു പരിപൂർണനായ മനുഷ്യനല്ല എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഏതൊരു മനുഷ്യനും തെറ്റുപറ്റാം എന്ന പോലെ എനിക്ക് തെറ്റുപറ്റാം എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഏത് വിഷയത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിലെനിക്ക് തെറ്റ് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് തെളിവ് സഹിതം തിരുത്താണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്ത വിഷയമായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ബയാസ് കൊണ്ട് പ്രകോപിതരാകും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കാരണമായി പ്രകോപിതരാകും, അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണമായി പ്രകോപിതരാകും. അപ്പോൾ ബയാസോ അറിവില്ലായ്മയോ ആണെങ്കിൽ ആ അറിവ് നിങ്ങൾ നേടുകയും അതിലെ ബയാസിനെ നിങ്ങൾ അതിജയിക്കും വേണം. അതല്ല നിങ്ങളുടെ അറിവ് കൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം, ആ അറിവ് നിങ്ങൾക്ക് ഇവിടെ പങ്കുവെക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ കാലം വരെയും സ്വന്തം അറിവ് പങ്കുവെച്ചിട്ടുള്ള ഒരു കമൻറ്റ് പോലും മറ്റേ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആരുടേതും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ നോക്കിയിട്ട് ഫുൾ കമൻറ്റ് നോക്കിക്കോളൂ, ഒരു കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അറിവ് പങ്കുവെക്കലാണ് അല്ലെങ്കിൽ എന്നെ പ്രാമാണികമായി തിരുത്തലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിനുള്ള സ്പേസ് എപ്പോഴും ഉണ്ട്, എപ്പോഴും.